വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാൻ ഇന്നൊരു നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റൈസ് തയ്യാറാക്കണത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ മിൽമയുടെ ഗീയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഞാൻ ചെറുതായി കട്ടാക്കിയിട്ട് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ, അത് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടെ ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനൊന്നും ആരും മടിക്കരുത് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേപ്പിലയാണ് കേട്ടോ. വേപ്പില കുറച്ചധികം തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടി വരുന്നവരെ ഒന്നും കൂടെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വേപ്പിലയും മിക്സാക്കിയ ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ് കേട്ടോ. പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മസാലകളായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല, വെറും പെപ്പർ പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുക്കാക്കി വെച്ച ചെറുപയറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുപയർ ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കുക്കാക്കി എടുത്ത കാരണമാണ് കേട്ടോ, വേറെ ഉപ്പൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ചെറുപയറും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 5 മിനിറ്റോളം നമ്മളിതിങ്ങനെ മിക്സാക്കി കൊടുത്താൽ ചെറുപയറിലെ ഈ എരിവും ഉള്ളിയുടെ സ്മെല്ലും എല്ലാം നന്നായിട്ട് അതിൽ ചേരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൈസാണ് കേട്ടോ. റൈസ് ഞാൻ ആദ്യം കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ മട്ട റൈസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ റൈസ് ഞാൻ 3 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം പകുതി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് നന്നായി മിക്സാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് വീണ്ടും ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പി. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും മിൽമയുടെ ഗീ തന്നെയാണ് കേട്ടോ. ഗീ കുറച്ചും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കില്ലേ നമ്മൾ ബിരിയാണിയൊക്കെ, അതുപോലെ ഒന്ന് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റോളം അത് ദമ്മാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുപയറും ആ നെയ്യിലുള്ള ആ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ ഏത് ചെറുപയർ കഴിക്കാത്ത കുട്ടികളായാലും ഇത് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. വേറെ ഇതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു റൈസ് മാത്രം തനിച്ച് കഴിക്കാൻ പറ്റാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെറുപയറിലെ വിറ്റാമിൻ എ, സിങ്കൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.